ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് ഞാൻ പലതവണ മര്യാദക്കാ സംസാരിച്ചത്. ഇനിയൊരു മര്യാദ നീ എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. എന്റെ മോനോട് എന്റെ മുന്നിൽ വെച്ച് കയർത്ത് സംസാരിക്കുന്നോടാ? സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ ആരുടെയും മുഖം നോക്കണമെന്നോ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. അമ്മേ, ഒരു വഴിയുണ്ട്. എന്താടി? പക്ഷേ അമ്മയെ കൊണ്ട് എനിക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടോ? അതെ അമ്മേ, അമ്മയ്ക്ക് അതിനെ കൊണ്ട് പറ്റൂ. അമ്മയാണ് കറക്റ്റ് ആള്. നീ ഇതെന്തു അടി പറയുന്നേ? സത്യം പറയടി, നീ എന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ചെയ്യുവാണോ? ആ, കറക്റ്റ്, അത് തന്നെ. പക്ഷെ കൊല്ലാനല്ല, മരിക്കാൻ പോകുന്നതായിട്ട് അമ്മ അഭിനയിക്കണം. മരിക്കാൻ പോകുന്നതായി അഭിനയിക്കാനോ? ആ, അതെ അമ്മേ. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് ഒന്ന് അഭിനയിക്കണം. അമ്മയെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോ ഡോക്ടർ പറയും അമ്മയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്ന്. അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അമ്മ പറയണം അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഞാനും രാജുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നതാണെന്ന്. അപ്പൊ വേറെ വഴിയില്ലാതെ അവർക്കത് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നതായി അഭിനയിക്കണം. നീ ഒന്ന് പോയേ. എനിക്ക് അഭിനയൊന്നും വശമില്ല. ഷോ, അമ്മ അത് പറയരുത്. അമ്മയ്ക്ക് അഭിനയം വശമില്ലായിരിക്കും, പക്ഷേ അംബിക മേഡം തരാൻ പോകുന്ന ക്യാഷ് വേണ്ടേ? ആ, അത് വേണം. ആ, എങ്കി അഭിനയിച്ചേ പറ്റുള്ളൂ അമ്മേ. എടി, നെഞ്ചുവേദനയായിട്ട് അഭിനയിക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ ഡോക്ടർ പറയില്ലേ ഇവർക്ക് ഒരു പ്രശ്നമില്ലാന്ന്? അവര് ECG ഒക്കെ എടുത്ത് നോക്കില്ലേ? അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ഇടപാടുകളെല്ലാം നമുക്ക് ചെയ്യാന്നേ. ആണോ? ഇതൊക്കെ നടക്കുമല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് അവസാനം നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമോ മോളെ? അയ്യോ ഇല്ല അമ്മേ, ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറയുന്ന പോലെ അമ്മ ചെയ്താ മതി. അമ്മേന്റെ കൂടെ നിൽക്കുമല്ലോ. അമ്മയ്ക്ക് സമ്മതമാണല്ലോ? ആ, നിക്കാം. അവളെ എങ്ങനെയെങ്കിലും വിളിച്ചിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ വിളിച്ചിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അമ്മേ, ദേ വന്നിരിക്കുന്നു. ഹായ് ആന്റി. ഋതിക എവിടെ? എന്താ കാര്യം? എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു. നീ എന്തിനാ ഇപ്പൊ അവളെ കാണുന്നേ? എനിക്ക് ഋതികയെ കണ്ടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്താ, എനിക്കതിനുള്ള അവകാശമില്ലേ? പിന്നെ അവകാശം. ഇന്നലെ എന്താ അവിടെ ഉണ്ടായതെന്ന് നീ കണ്ടതല്ലേ? റോഹ, അവൾക്ക് എന്തോ ഒരു ജാതക പിഴവുണ്ട്. അതുകൊണ്ടാ അവളുടെ വിവാഹമൊക്കെ മുടങ്ങിപ്പോയത്. നീ അവളെ വെറുതെ മനസ്സിൽ കൊണ്ട് നടന്ന് അവളെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ആയുർരേഖയ്ക്ക് പിഴവ് പറ്റും മോനെ. ആഹാ, ആന്റി ദീപകിനോടൊപ്പം കൂടിയോ? ഞാനേ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. അല്ലാതെ എന്റെ മകന് ഋതികയെ കെട്ടാൻ പറ്റാത്തതിന്റെ ദുഃഖമൊന്നും ഞങ്ങൾക്കില്ല. ആ, അവള് ഞങ്ങളുടെ തലയിലായില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ സന്തോഷിക്കാം. അതെ, ദീപക് ഋതികയെ വിവാഹം കഴിക്കുന്നതിനെക്കാട്ടി നന്നായില്ലേ ദിവ്യയെ വിവാഹം കഴിച്ചത്? അതുകൊണ്ട് ആ കാര്യത്തിൽ അംബിക എനിക്ക് എന്നും അഭിമാനിക്കാം. എനിക്ക് ഈ ജാതകത്തിലും പൊരുത്തത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ഋതികയെ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എതിർപ്പൊന്നും പറഞ്ഞ് എന്റെ മനസ്സൊന്നും മാറ്റാൻ നോക്കണ്ട. അത് നടക്കത്തില്ല. അമ്മേ, ഇവനോട് ഇങ്ങനെയൊന്നല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
ഇവനോട് പറയേണ്ട ഭാഷ വേറെയാ. മോനെ ദീപക്കേ, നിന്നോട് ഞാൻ പലതവണ മര്യാദക്കാ സംസാരിച്ചത്. ഇനിയൊരു മര്യാദ നീ എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. എന്റെ മോനോട് എന്റെ മുന്നിൽ വെച്ച് കയർത്ത് സംസാരിക്കുന്നോടാ? സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ ആരുടെ മുഖം നോക്കണമെന്നോ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്തോക്കി പറയാനും പേടിയില്ല. അമ്മയും മോനും കൂടി വെറുതെ എന്നെ വരട്ടാൻ നിക്കല്ലേ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടാ? എന്റെ ധൈര്യത്തെ ഇളക്കാൻ വെറുതെ നിങ്ങൾ നിക്കണ്ട അമ്പി ആന്റി. നിങ്ങൾ രണ്ടാൾക്കും അത് ഗുണം ചെയ്യില്ല. നിങ്ങൾ രണ്ടാളും കൂടി ഉമ്മാക്കി കളിച്ച് രാജുവിനെ വിരട്ടുന്ന പോലെ ആയിരിക്കില്ല എന്നോട് കളിച്ചാൽ. നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതെ, രണ്ടും കൽപ്പിച്ചു തന്നെയാ. എന്ന് വെച്ചേ ഞങ്ങൾ നിന്നെ തടയുന്നില്ല. അവൾ അവളുടെ റൂമിലുണ്ട്, അവളുടെ അച്ഛന്റെ കൂടെ. അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നേ? അമ്മ ഇവനെ ഋതികയുടെ റൂമിലേക്ക് പോവാൻ അനുവദിക്കാണോ? അവൻ പോട്ടെടാ. അവൻ പോയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നമുക്ക് കാണാലോ. ഇതിനു മുൻപ് ഇവിടെ പലരുടെ അഭ്യാസം നമ്മൾ കണ്ടതാണല്ലോ. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം എന്ന് പറയുന്ന പോലെയുള്ളൂ ഇത്. എങ്കിൽ നമുക്കതൊന്ന് കാണണമല്ലോ. ഇതുവരെ നിങ്ങൾ കണ്ട ആളല്ല റോഹനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, നീ പോയേ നിന്റെ പെണ്ണിനെ കാണ്. ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. പൊള്ളി നീറിയിരിക്കുന്ന അവൾക്ക് കുറച്ച് മരുന്നൊക്കെ തേച്ചു കൊടുക്കടാ. ഓ, അങ്ങനെ ആവട്ടെ. ഋതിക എഴുന്നേക്കണ്ട, ഇരുന്നോളൂ. How are you feeling now? കുഴപ്പമില്ല, ബെറ്ററാ. പെയിൻ ഉണ്ടോ? ചെറിയ പെയിനുണ്ട്. ഓ, സോറിഡോ. രാജു അല്ല, ഞാനാണ് തന്നെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത്. ഞാൻ ആ സമയത്ത് ഇൻഫെക്ഷനായിട്ട് അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അല്ല, റോഹൻ എന്താ പറ്റിയേ? എനിക്കറിയില്ലടോ. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോ മുതല് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരീരം മൊത്തം ചൊറിയാൻ തുടങ്ങി. എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. എന്നിട്ട് കുറവുണ്ടോ? ഇല്ലടോ, എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണം. അതിനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോ ഋതികയും കൂടെ കാണിക്കാന്ന് കരുതി.